ദർശനങ്ങൾ തൽപരരായ വ്യക്തികളെ, ഈ ശിവയോഗി സ്മൃതി സംഗമത്തിൽ രണ്ടു വാക്ക് സംസാരിക്കുവാൻ, എൻ്റെതൊരു പ്രഭാഷണമല്ല, അതുകൊണ്ട് ഞാൻ മനഃപൂർവ്വം രണ്ടു വാക്ക് സംസാരിക്കുവാൻ പറഞ്ഞത്. അങ്ങനെ രണ്ടു വാക്ക് സംസാരിക്കുവാൻ എനിക്ക് അവസരം ലഭിച്ചതിൽ സന്തോഷമുണ്ട്. അതിന് ഭാരവാഹികളോട് നന്ദി രേഖപ്പെടുത്തുന്നു. ഞാൻ ശിവയോഗിയെ അറിയാൻ തുടങ്ങുന്നത് ഏകദേശം 25 വർഷങ്ങൾക്ക് മുമ്പാണ്. ഇപ്പോഴും പൂർണ്ണമായും ശിവയോഗി അറിഞ്ഞു എന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല. കാരണം ഇത് മഹാസമുദ്രമാണ്. അതിൻ്റെ കരയിൽ നിന്നുകൊണ്ട് കക്കപ്പെറുക്കുവാനുള്ള യോഗ്യതക്കപ്പുറം എനിക്ക് ശിവയോഗിയെക്കുറിച്ച് പറയാൻ ഇവിടെ അർഹതയില്ല. ഞാൻ എൻ്റെ ഗവേഷണ രംഗത്ത് എൻ്റെ ഗവേഷണ പ്രബന്ധം ബെർട്രൻഡ് റസ്സലിൻ്റെ, പാശ്ചാത്യ ചിന്തകനായ ബെർട്രൻഡ് റസ്സലിൻ്റെ സാമൂഹിക ദർശനം എന്നതാണ്. റസ്സലിൻ്റെ സാമൂഹ്യ ദർശനത്തെക്കുറിച്ച് ഗവേഷണം നടത്താൻ തുടങ്ങിയ കാലഘട്ടത്തിൽ അവിചാരിതമായിട്ടാണ് മോക്ഷപ്രദീപം എന്ന ശിവയോഗിയുടെ ഗ്രന്ഥം വായിക്കാനിടയായി. ഒരു വായനശാലയുടെ പഴയ സ്റ്റോക്കിൽ നിന്ന് ആരും അതെടുത്ത് ഉപയോഗിച്ച് വൃത്തികേടാക്കാത്ത വിധത്തിൽ, പലപ്പോഴും നമ്മൾ മുട്ടത്തോർക്കിടയും എൻ്റെ കാലഘട്ടത്തിൽ ഒരു കാലഘട്ടത്തിലുള്ള ചില പുസ്തകങ്ങൾ, പലപ്പോഴും അത്തരത്തിലുള്ള നോവലുകളുണ്ട്. അങ്ങനെയുള്ള കഥകളൊക്കെ ഒരുപക്ഷെ കടലാസിങ്ങനെ കീറിപ്പറിഞ്ഞു പോയിട്ടുണ്ടാകും. കാരണം അത്രയും ആൾക്കാർ വായിച്ചിട്ട്. അതിൽ നിന്ന് ഒരു വ്യത്യസ്തമായി പറയാൻ ഒരു പക്ഷേ ബഷീറിനും പൊറ്റക്കാടിനെ പോലുള്ള കവികളാണ്. അല്ലാത്തവയൊക്കെ കീറിപ്പറിഞ്ഞു പോകുന്നത് പലരും വായിച്ചിട്ടാണ്. അപ്പോൾ ആരും തൊടാതെ സ്വയം അല്പം പേജുകൾ നഷ്ടപ്പെട്ടു പോയ ഒരു മൂലയിൽ കിടക്കുന്ന മോക്ഷപ്രദീപം അവിചാരിതമായി വായിക്കാനിടയായപ്പോഴാണ് ശിവയോഗി എന്നൊരു മഹാപുരുഷൻ ഇവിടെ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു എന്ന് മനസ്സിലായി. അതുമാത്രമല്ല, അങ്ങനെ ഞാനത് മറിച്ചു നോക്കുമ്പോഴാണ് ബെർട്രൻഡ് റസ്സലിൻ്റെ ചില ദർശനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ചില വസ്തുതകൾ ഇദ്ദേഹത്തിൻ്റെ ചിന്താധാരയിലൂടെ കടന്നു വന്നിട്ടുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കി. ഈ സാന്ദർഭികമായി പറയട്ടെ, 1927 റസ്സലിൻ്റെ വഴി ഐ ആം നോട്ട് എ ക്രിസ്ത്യൻ എന്ന പുസ്തകവും അതേ സമയത്ത് തന്നെയാണ് ആനന്ദാദർശവും പ്രസിദ്ധീകൃതമാകുന്നത്. പക്ഷെ ഞാൻ അതുകൊണ്ട് ശിവയോഗി റസ്സലിനെ കുറിച്ച് പഠിച്ചിട്ടൊന്നുമില്ല. അതല്ല ഞാൻ പറഞ്ഞു കൊടുക്കുന്നു. അവിചാരിതമായി രണ്ട് വ്യത്യസ്ത രാജ്യങ്ങളിൽ
ഏകദേശം ഒരുപോലെ ചിന്തിക്കുന്ന കാഴ്ചപ്പാടുള്ള വ്യക്തിത്വങ്ങളെ കണ്ടെത്തി സാധിച്ചു എന്നുള്ളത് എനിക്ക് വളരെ സന്തോഷമായ ഒരു കാര്യമാണ്. പക്ഷെ എങ്കിലും ശിവയോഗിയെക്കുറിച്ച് അങ്ങനെയാണ് ശിവയോഗി പക്ഷേ എൻ്റെ റസലിനെ കുറിച്ചുള്ള എൻ്റെ ഗവേഷണം പൂർത്തിയാവുന്നതിന് മുമ്പ് തന്നെ ശിവയെക്കുറിച്ചുള്ള ശിവയോഗിയുടെ ആവശ്യങ്ങളുടെ പ്രധാന ഘടകമായ മനസ്സിനെ കുറിച്ചുള്ള മനസ്സാണ് ദൈവം എന്നൊരു പുസ്തകം ഞാൻ പ്രസിദ്ധീകരിക്കാൻ ഇടയായിരുന്നു. ശിവയോഗി എന്ന് പറയും ഇവിടെ എല്ലാവരും പറഞ്ഞു, ഞാൻ ആർക്കും പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. കാരണം ശിവയോഗിയെ പൂർണ്ണമായും അറിയുന്ന എന്നേക്കാൾ എത്രയോ അറിവുള്ള വ്യക്തിത്വങ്ങൾ ഇവിടെയും അവിടെയും സന്നിഹിതരായിട്ടുണ്ട്. പക്ഷെ അപൂർവം വ്യക്തിത്വങ്ങൾ മാത്രമേ ശിവയോഗിയെ അറിയാൻ ശ്രമിക്കുന്നു, പുതുതായി അറിയാനുള്ളവരുണ്ടാകും. അതുകൊണ്ട് ശിവയോഗിയെക്കുറിച്ച് കൂടുതലൊന്നും പറയേണ്ട ആവശ്യമില്ല. എങ്കിൽ പോലും ആ ഒരു കാലഘട്ടത്തിൽ എന്താ പറയുക, നമ്മുടെ സാമൂഹിക മണ്ഡലത്തിൽ അല്ലെങ്കിൽ ബൗദ്ധിക മണ്ഡലത്തിൽ ഒരു ഝഞ്ചാവാദം, ഒരു കൊടുങ്കാറ്റ് പോലെ കടന്നു വന്ന് പല പഴയ മാമൂലുകളെയും കടപുഴക്കി എറിഞ്ഞുകൊണ്ട് പുതിയൊരു യുഗത്തിൻ്റെ നാന്ദി കുറിക്കുവാൻ ഉതകുന്ന തരത്തിലുള്ളൊരു ശംഖധ്വനി മുഴക്കിയ ഒരു മഹാപ്രസ്ഥാനമായിരുന്നു ശിവയോഗി എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അദ്ദേഹം ഒരുപക്ഷെ നമ്മുടെ അജ്ഞതയുടെയും അകർമ്മണ്യതയുടെയും ഒരു അന്ധകാര അസമത്വത്തിൻ്റെയും അന്ധകാരത്തിൽ വീർപ്പമുട്ടുന്ന തപ്പിത്തടയുന്ന ഒരു ജനതയെ സ്വാതന്ത്ര്യത്തിൻ്റെ ശുദ്ധ തെളിച്ചുണർത്തിയ മഹാവ്യക്തിത്വമായിരുന്നു എന്ന് ഇതിനകം നിങ്ങൾക്ക് എല്ലാവർക്കും ബോധ്യമായ കാര്യമാണ്. ഞാൻ ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ശിവയോഗിയുടെ ദർശനങ്ങളിൽ ഞാൻ നേരത്തെ എൻ്റെ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ഇവിടെ പലരും സൂചിപ്പിച്ചതുപോലെ ബഹുമാന്യനായ ഉദ്ഘാടകനും അതിനുശേഷം പ്രസംഗിച്ച വളരെ മനോഹരമായി പ്രസംഗിച്ച് നമ്മുടെ കണ്ണൂർക്കാരന് എനിക്ക് അദ്ദേഹത്തെ നേരിട്ട് പരിചയമില്ലെങ്കിലും പലപ്പോഴും സാമൂഹിക മാധ്യമങ്ങളിലും അദ്ദേഹത്തെ പ്രഭാഷണങ്ങളുടെ ഒരു ആരാധകനായി മാറിയതിൽ എനിക്ക് അദ്ദേഹവും പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുക, നവോത്ഥാനാനന്തര കാലഘട്ടത്തിൽ നേടിയെടുത്ത മൂല്യങ്ങൾ മുഴുവൻ നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ട് പുതിയ രൂപത്തിൽ അവ വീണ്ടും വലത് കാലെടുത്ത് കടന്നു വരുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ശിവയോഗി ഞാൻ ശിവയോഗി എന്നും കാണുന്നൊരു വ്യത്യാസം, മറ്റ് ആചാര്യന്മാരിൽ നിന്ന് വ്യത്യസ്തനായിട്ട് ശിവയോഗി ഞാൻ കാണുന്നൊരു കാര്യം മാത്രം ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നു. അതായത് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു, ബഹുമാനപ്പെട്ട ഉദ്ഘാടകൻ സൂചിപ്പിച്ചു, മനസ്സാണ് ദൈവം എന്നുള്ളത്. പക്ഷെ നമ്മളെ പഠിപ്പിച്ചത് ഒരുപക്ഷെ ശിവയോഗിക്ക് മുമ്പും പിമ്പും വന്ന ആചാര്യന്മാരുണ്ട്, പൂർവ്വസൂരികളൊക്കെ നമ്മളെ പഠിപ്പിച്ചത്, അല്ലെങ്കിൽ നമ്മുടെ തത്വചിന്തകളിലും ഒക്കെ പഠിപ്പിച്ചത് മനസ്സിലാണ് ദൈവമെന്നാണ്. വളരെ പുരോഗമനമായി ചിന്തിക്കുന്നവർ, നമ്മുടെ പൗരാണിക കാലഘട്ടത്തിൽ നമ്മളെ നേരത്തെ പറഞ്ഞ വിഗ്രഹാരാധനക്കപ്പുറം അത് നിഷേധിക്കുന്നവർ പോലും നമ്മളെ പഠിപ്പിച്ചത് മനസ്സിലാണ് ദൈവമെന്നാണ്. നിങ്ങൾക്കറിയാം, രാമായണ മാസമാണ് കടന്നു വരുന്നത്. ആധ്യാത്മിക രാമായണത്തിൽ വളരെ വിശദമായിട്ട് ദാർശനിക ഭക്തി പ്രസ്ഥാനത്തിൻ്റെ കാലഘട്ടത്തിൽ രചിക്കപ്പെട്ട ആധ്യാത്മ രാമായണത്തിൽ പല ദിക്കിലുമായിട്ട് ഇന്ത്യൻ ദർശനങ്ങളെ പരാമർശിക്കുന്ന സന്ദർഭങ്ങളുണ്ട്. അതിലൊരിടത്ത് നിങ്ങൾക്കറിയാം, ശ്രീരാമനും ലക്ഷ്മണനും സീതയുമായി വനവാസത്തിന് പുറപ്പെട്ടപ്പോൾ അവിടെ വനവാസത്തിൽ പോയ ആദ്യം തന്നെ ശ്രീരാമൻ ചെയ്തത് വാൽമീകിയുടെ ആശ്രമത്തിലേക്ക് കടന്നില്ലേക്കായിരുന്നു. അപ്പോൾ വാൽമീകിയോട് ചോദിച്ചു, അങ്ങയെപ്പോലുള്ള ധന്യരായ വ്യക്തികളുടെ താമസിക്കുന്ന സ്ഥലത്തിന് എവിടെയെങ്കിലും താമസിക്കാൻ ഞങ്ങൾക്കൊരു സ്ഥലമുണ്ടോ എന്ന് ചോദിക്കുന്ന ഒരു സന്ദർഭമുണ്ട്. അപ്പോൾ വാൽമീകി പറയുന്നത്, ഭഗവാനായ അങ്ങ എന്നോട് ഇങ്ങനൊരു ചോദ്യം ചോദിച്ചാൽ ഞാൻ എന്ത് മറുപടി പറയും? എങ്കിലും പോലും ചോദിച്ചതുകൊണ്ട് ഞാൻ പറയുകയാണ്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഭാഗമാണ്, ഞാൻ പൊതുവെ പറയുന്നതല്ല. സന്തുഷ്ടരായി സമദൃഷ്ടികളായി ബഹുജന്തുക്കളിൽ വേഷഹീനമതികളായി ശാന്തരായി നിന്നെ ഭജിപ്പവർ നമ്മുടെ സ്വന്തം നിനക്ക് സുഖവാസ മന്ദിരം. സമദൃഷ്ടിയുള്ള, എല്ലാവരെയും ഒരേപോലെ കാണാൻ സാധിക്കുന്ന, എല്ലാവരെയും സ്നേഹിക്കുന്ന, എന്നും അങ്ങയെ ഭജിക്കുന്ന, ദൈവത്തെ ഭജിക്കുന്ന അവരുടെ മനസ്സിലാണ് അങ്ങക്ക് താമസിക്കാൻ ഏറ്റവും പറ്റിയ സ്ഥലം എന്ന് പറയുന്നുണ്ട്. പക്ഷെ ആ മനസ്സിനെ കേവലം ഞാനിത് 2 വരികൾ മാത്രമേ ചൊല്ലിയുള്ളൂ, അതിനപ്പുറമുണ്ട്. അപ്പോൾ അതായത് മനസ്സിൽ ദൈവത്തെ, അവിടെ ശ്രീരാമൻ എന്നുള്ളതിനപ്പുറം ദൈവം എന്ന സങ്കല്പമാണ്. ശ്രീരാമനായാലും ശ്രീകൃഷ്ണനായാലും ശിവനായാലും ആരായാലും ദൈവം എന്ന സങ്കല്പത്തിൽ ദൈവത്തിന് ഇരിക്കാവുന്ന ഏറ്റവും മനോഹരമായ ഇടം
സമദൃഷ്ടികളായ മറ്റു ജന്തുക്കളോടോ മനുഷ്യരോടോ സഹജീവികളോടോ വിദ്വേഷമില്ലാത്ത സ്നേഹവും കരുണയും മാത്രം കൈമുതലായുള്ള വ്യക്തികളുടെ മനസ്സിലാണ് ദൈവത്തിൻ്റെ സ്ഥാനം എന്ന് പറയുമ്പോൾ ദൈവത്തിന് ഇരിക്കാനുള്ള യോഗ്യത മനസ്സിലുണ്ടാവും. അത് പിന്നീട് പറയുന്നുണ്ട് അല്ലേ? ലോഷ്ടാശ്മകാഞ്ചന തുല്യമതികളം ശ്രേഷ്ഠമതികൾ മനസ്തവ മന്ദിരം. അത് കാഞ്ചനത്തെയും മണ്ണിനെയും കല്ലിനെയും ഒരുപോലെ കാണാനുള്ള മനസ്സുള്ളവരുടെ അതത്ര എളുപ്പമുള്ള കാര്യമില്ല. കല്ലിനെയും നമ്മൾ പറയും, നേരത്തെ ഇദ്ദേഹം പറഞ്ഞതുപോലെ നമ്മുടെ അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. ഈ കല്ലിനെയും കാഞ്ചനത്തെയും ഒരുപോലെ കാണുമെന്ന് പറഞ്ഞാൽ അതൊക്കെ നമ്മളെ പ്രസംഗിക്കാനും എഴുതാനും ഒക്കെ സാധിക്കുമെന്നല്ലാതെ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എങ്കിൽ പോലും അങ്ങനെയുള്ള മനസ്സ് സൃഷ്ടിച്ചാൽ മാത്രമേ, അതായത് ശുദ്ധീകരിക്കപ്പെട്ട മനസ്സിൽ മാത്രമേ ദൈവത്തിരിക്കാൻ ഇടമുള്ളൂ എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ശുദ്ധീകരിക്കപ്പെട്ട മനസ്സ്, അപ്പോൾ മനസ്സിൻ്റെ ശുദ്ധീകരണമാണ് നമ്മൾ ആചാര്യന്മാരെല്ലാവരും നമ്മളെ പഠിപ്പിച്ചത്. പക്ഷെ ആ ശുദ്ധീകരിക്കപ്പെട്ട മനസ്സിൽ ദൈവം ഇരിക്കും എന്നുള്ളതാണ്. അതായത് ശിവയോഗി പറയുന്നത്, അതേപോലെ ശിവയോഗി പറയുന്നുണ്ട്, ഗാത്രയിൽ വിളങ്ങുന്ന ക്ഷേത്രത്തിൽ വിളങ്ങുന്ന ദൈവത്തെ നമ്മൾ കാണുന്നില്ല. നമ്മളെന്തിനാ മറ്റു ക്ഷേത്രങ്ങൾ ചുറ്റിപ്പോകുന്നത്? നമ്മുടെ ദേഹത്തിനകത്തുള്ള ദൈവത്തെ എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ദേഹത്തിനകത്തുള്ള മനസ്സിലിരിക്കും, അത് പിന്നെ ഇരിക്കുന്ന ദൈവത്തെ എന്നല്ല ശിവയോഗി പറയുന്നത്. ശിവയോഗി പറയുന്നത് മനസ്സാണ് ദൈവം, മനസ്സിലല്ല ദൈവം ഇരിക്കുന്നത്. നേരത്തെ പറഞ്ഞത് വയലാറിൻ്റെയൊക്കെ ചില വരികളൊക്കെ ഉണ്ട്, മനസ്സിലാണ് ദൈവം മനസ്സിൽ ഉദിക്കുന്നു എന്നൊക്കെ പറയുന്ന വരികളുണ്ട്. പക്ഷെ അവിടെയല്ല, മനസ്സിലാണ് ദൈവം എന്നുള്ളത് അടിവരയിട്ട് പറയുകയാണ്. മനസ്സിനപ്പുറം മറ്റൊരു ദൈവമില്ല എന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോൾ ആ മനസ്സ്, ശിവയോഗിയും പറയുന്നത് അത് തന്നെയാണ്, മനസ്സ് ശുദ്ധീകരിക്കപ്പെടണം. ആ മനസ്സിനെ സ്ഫുടം ചെയ്തെടുത്ത് അത്രമാത്രം ശുദ്ധീകരിച്ച ഒരവസ്ഥാവിശേഷം സൃഷ്ടിച്ചാൽ മാത്രമേ മനസ്സ് ദൈവമായി മാറുകയുള്ളൂ. പക്ഷെ നമുക്ക് പറയാം, ദൈവവിശ്വാസികൾ ചിലപ്പോൾ പറയും, ദൈവത്തെ മനസ്സിലേക്ക്, ജഡപദാർത്ഥമായ മനസ്സിലേക്ക് ചുരുക്കിയെടുത്ത് ലഘൂകരിച്ചു എന്ന് പറയും. ഞാൻ കൂടുതൽ സംസാരിക്കുന്ന സമയമില്ല. വാഗ്ഭടാനന്ദൻ പ്രത്യേകിച്ച് ഇവിടെ അത് പറയേണ്ട ഒരു വിഷയമല്ലാത്തതുകൊണ്ടാണ് പറയാതിരുന്നത്. വാഗ്ഭടാനന്ദൻ ശിവയോഗിയുടെ വളരെ പ്രിയ ശിഷ്യനായ വാഗ്ഭടാനന്ദൻ ശിവയോഗിൽ നിന്ന് തെറ്റിപ്പിരിയുന്നത് ഈ ഒരു ഭാഗത്താണ്. മനസ്സ് ജഡമാണ്, ആ മനസ്സിനെ ആത്മാവായി കാണാൻ കഴിയുക എന്നുള്ളതാണ് വാഗ്ഭടാനന്ദൻ്റെ വ്യത്യാസം. ശിവയോഗിയോട് അംഗീകരിക്കാത്തൊരു സ്ഥലം അതുമാത്രമാണ്. മറ്റേ അന്ധവിശ്വാസങ്ങൾക്കെതിരായ രണ്ടുപേരും യോഗത്തിലൊക്കെ എല്ലാവരും അവർ രണ്ടുപേരും ഒരുമിച്ച് പ്രവർത്തിച്ചവരാണ്. പക്ഷേ മനസ്സ് ജഡപദാർത്ഥമായ മനസ്സിലേക്ക് ആത്മാവിനെ ലഘൂകരിക്കുക എന്നല്ല എന്നാണ് വാഗ്ഭടാനന്ദൻ്റെ അഭിപ്രായം, ശിവയോഗിക്കെതിരായ അഭിപ്രായം. പക്ഷെ ശിവയോഗി, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, ശിവയോഗി ദൈവനിഷേധിയല്ല, അല്ലെങ്കിൽ ആത്മാവിനെ നിഷേധിക്കുന്നില്ല. അദ്ദേഹം പറയുന്നത് മനസ്സിനെ ദൈവത്തോളം ഉയർത്തിയെടുക്കുക, സ്ഫുടം ചെയ്ത് മനസ്സിനെ ദൈവമാക്കി മാറ്റുക, മനസ്സിനെ ആത്മാവാക്കി മാറ്റുക. ആത്മാവും മനസ്സും ഒരേ നാണയത്തിൻ്റെ രണ്ട് വശങ്ങളാണ്, അല്ലാതെ ആത്മാവ് വേറെയില്ല മനസ്സ് വേറെയില്ല. അത് വാഗ്ഭടാനന്ദൻ പറയുന്ന അതാണ് അദ്ദേഹം നിഷേധിക്കുന്നത്. അപ്പോൾ അവിടെ മനസ്സും ദൈവവും തുല്യഘടകങ്ങളാക്കുമ്പോൾ മനസ്സിനെ ദൈവമാക്കി മാറ്റുകയാണ്. മനസ്സിനെ ശുദ്ധീകരിച്ചുകൊണ്ട് മനസ്സിനെ ദൈവതുല്യരാക്കി മാറ്റുമ്പോൾ മനസ്സ് ദൈവമായി മാറുന്നു. അത് തന്നെയാണ് ആത്മാവ്, അത് തന്നെയാണ് ബ്രഹ്മം, അത് തന്നെയാണ് യോഗം എന്നുള്ളത്. യോഗം എന്നുള്ളത് സത്യം പറഞ്ഞാൽ ഞാൻ അതിലേക്കൊന്നും ഇവിടെ സാന്ദർഭികമായി പറയുകയാണ്. അതൊന്നും നമ്മുടെ എന്താ പറയുക, യോഗാനുഭൂതി എന്നുള്ളത് ആത്മീയമായ കാര്യങ്ങളാണ്. ശിവയോഗി ഒരു ഭൗതികവാദിയൊന്നുമല്ല. പക്ഷേ ഭൗതിക സന്ദർഭങ്ങൾ, സാഹചര്യങ്ങൾ ഒരിക്കലും നിഷേധിക്കുന്നില്ല. അത് വേറെ കാര്യം. കർമ്മകാണ്ഡത്തെ നിഷേധിക്കുന്നുണ്ട്, പക്ഷേ ഭൗതികമായ സാഹചര്യങ്ങൾ നിഷേധിക്കുന്നില്ല. അപ്പോൾ ഈ മനസ്സിനെ ദൈവമാക്കി മാറ്റാനുള്ള പ്രക്രിയ എങ്ങനെ സാധിക്കണം, മനസ്സിനെ ആത്മാവിലാക്കി മാറ്റണമെങ്കിൽ അല്ലെങ്കിൽ അത് എങ്ങനെ സാധിക്കണം, മനസ്സിനെ ശുദ്ധീകരിക്കണം. അതുതന്നെയാണ് സാക്ഷാത്കാരം അല്ലെങ്കിൽ യോഗം എന്ന് പറയുന്നൊരവസ്ഥ. യോഗം എന്ന് പറഞ്ഞാൽ ആത്മീയമായൊരു അനുഭൂതിയാണ്. അനുഭൂതി ഇന്നിപ്പോൾ യോഗത്തിൻ്റെ ഒരു കാലഘട്ടമാണ്. 2-3 വർഷമായിട്ട് എവിടെ നോക്കിയാലും യോഗ എന്നുള്ള പ്രയോഗമാണ്. അതിൻ്റെ പൂർണ്ണമായ അർത്ഥം ഗ്രഹിച്ചിട്ടൊന്നുമല്ല. കാരണം യോഗം എന്നുള്ളത് ആത്മീയമായ ഒരു അനുഭൂതിയാണ്, അതൊരു ചികിത്സാ പദ്ധതിയല്ല.
അതൊരു വ്യായാമ പ്രക്രിയയല്ല. യോഗം ആത്യന്തികമായ യോഗം എന്നൊരു കൂടിച്ചേരലാണ്. അതിലേക്കാണ് ശിവയോഗിയുടെ രാജയോഗം. അവിടെ അല്ലെങ്കിൽ ഹഠയോഗമല്ല, അഷ്ടാംഗയോഗമല്ല. അഷ്ടാംഗയോഗത്തിന്റെ വിവിധ ഘടകങ്ങളിൽ നിന്ന് ആവശ്യമുള്ളത് മാത്രം അടർത്തിയെടുത്താണ് യോഗത്തെ ചികിത്സയാക്കി മാറ്റുന്നതും യോഗത്തെ ആസനമായി മാറ്റുന്നതും യോഗത്തെ വ്യായാമമാക്കി മാറ്റുന്നതും. വ്യായാമമല്ല യോഗം. അപ്പൊ അതുകൊണ്ട് ശിവയോഗി ഉപദേശിക്കുന്നത് രാജയോഗമാണ്. രാജയോഗം മനസ്സിന്റെ നിയന്ത്രണം. അവിടെയാണ് വ്യത്യാസം. ആ മനസ്സിന്റെ എല്ലാ ആചാര്യന്മാരും മനസ്സിന് നിയന്ത്രണത്തെ നമ്മൾ പറഞ്ഞു തരുന്നുണ്ട്. പക്ഷെ എങ്ങനെ നിയന്ത്രിക്കും എന്നുള്ള ചോദ്യമുണ്ട്. മനസ്സ് സ്വാഭാവികമായിട്ടും തെറ്റ് ചെയ്യാനുള്ള ഒരു എന്താ പറയുക ഒരു താല്പര്യമാണ് മനസ്സിൽ പൊതുവെ കാണുക. ആ തെറ്റിൽ നിന്ന് തെറ്റ് ചെയ്യലേക്കുള്ള ഒരു ചാഞ്ചല്യത്തെ നമ്മൾ കടിഞ്ഞാണിട്ട് പിടിച്ചെടുത്ത് സ്വയം നിയന്ത്രിക്കാൻ സാധിക്കണം. അത്തരം ഒരവസ്ഥക്കാണ് നമ്മളെ താത്വികമായി പറഞ്ഞാൽ, തത്വചിന്താപരമായി പറഞ്ഞാൽ ശിവയുടെ ദർശനത്തിൻ്റെ സത്ത കിടക്കുന്നത് മനസ്സിന് നിസ്തരംഗ സമുദ്രം പോലെ അല്ലെങ്കിൽ നിർവാതസ്ഥല ദീപം പോലെയുള്ള അവസ്ഥയിലേക്ക് എത്തിക്കുക. നിസ്തരംഗമായ സമുദ്രം, ഹൃദയം ചലിക്കാതിരിക്കുമ്പോഴാണ് അത് യോഗമാകുന്നത്. അപ്പം മനസ്സിൽ നിസ്തരംഗ സമുദ്രമാക്കുക, അതായത് അലകളില്ലാത്ത സമുദ്രമാക്കി മാറ്റുന്നൊരവസ്ഥ, ചലനമില്ലാത്തൊരവസ്ഥ, അല്ലെങ്കിൽ നിർവാതസ്ഥല ദീപം പോലെ, അതായത് അനക്കമില്ലാത്ത ദീപം പോലെ, കാറ്റിൽ ആലോലമാടാത്ത ദീപം പോലെ എന്ന് പറഞ്ഞാൽ കർമ്മങ്ങളെ പൂർണ്ണമായി നിഷേധിക്കല്ല. നമ്മൾ ചെയ്യേണ്ട കർമ്മങ്ങൾ ചെയ്യണം. ശിവയോഗി പോലെയുള്ള ഒരു സന്യാസിയായാലും ഈ നിർവാതസ്ഥല ദീപമായാലും വെളിച്ചം പകരുക എന്നുള്ള ദൗത്യം ആ ദീപം നിർവഹിക്കുന്നുണ്ട്. അതുപോലെയുള്ളൊരു ശാന്തമായ മനസ്സിനെ സൃഷ്ടിച്ചെടുക്കണം. ശാന്തമായ മനസ്സിനെ സൃഷ്ടിച്ചെടുക്കുക എന്ന് നേരത്തെ സൂചിപ്പിച്ചതുപോലെ അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, എനിക്ക് ഒരുപക്ഷെ ഇവിടെയുള്ള പ്രസംഗിക്കാനുള്ള യോഗ്യത ശിവയോഗിയുടെ പൂർണ്ണമായ ചിന്താധാര ഉൾക്കൊള്ളാൻ കഴിയാത്തൊരു വ്യക്തിയാണ്. അതുകൊണ്ടാണ് എനിക്ക് ആ യോഗ്യത പൂർണ്ണമായുണ്ടോ എന്ന് എനിക്ക് സംശയം. ഞാൻ ശിവയോഗിയുടെ കുറേ ആദർശങ്ങളൊക്കെ ഞാൻ സ്വീകരിക്കുന്നുണ്ട്, ഇതും ഞാൻ സ്വീകരിക്കുന്നു, പൂർണ്ണമായും സ്വീകരിക്കുന്നു. പക്ഷേ എൻ്റെ മനസ്സിനെ കടിഞ്ഞാണിട്ട് പിടിക്കാൻ എനിക്ക് സാധിക്കുന്നില്ല. അത്രമാത്രം ശക്തമായിട്ട് അത് പറയാൻ സാധിക്കുന്നവർ വളരെ കുറവായിരിക്കും. പക്ഷെ ശിവയോഗി അങ്ങനെ പറയുന്നതിന് അർത്ഥം എല്ലാവരും യോഗികളാവണമെന്നല്ല, എല്ലാവർക്കും യോഗാനുഭൂതി ഉണ്ടാവണമെന്നല്ല, എല്ലാവരും ജീവൻ മുക്തരാവണമെന്നല്ല. ഈ യോഗാനുഭൂതി ജീവിതത്തിൽ സാധിച്ചെടുക്കുമ്പോഴാണ് ജീവൻ മുക്തൻ എന്ന പദം തന്നെ വരുന്നത്. അപ്പൊ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മുക്തനാവുക എന്നുള്ള സർവ എന്താ പറയുക അനാചാരങ്ങളിൽ നിന്നൊക്കെ മുക്തമായി കൊണ്ട് മനസ്സിനെ ശുദ്ധീകരിക്കാൻ സാധിക്കും. ഞാൻ മനസ്സിന് ദൈവം എന്ന പുസ്തകം എഴുതുമ്പോൾ തന്നെ എനിക്ക് ഇത്തരത്തിലുള്ള ചില സംശയങ്ങളുണ്ടായിരുന്നു. കാരണം ശിവയോഗി പലപ്പോഴും എനിക്ക് ചിലപ്പം മനസ്സിന് ആത്മാവായും ചിലപ്പോൾ അനാത്മാവായും ചാഞ്ചാടിക്കൊണ്ടിരിക്കുന്ന ഒരു ദാർശനിക ചിന്ത അതിലെവിടെയൊക്കെ സ്ഫുരിക്കുന്നുണ്ടോ എനിക്ക് ചില തോന്നിയിരുന്നു. പക്ഷെ വീണ്ടും വീണ്ടും വായിച്ചപ്പോഴാണ് ശിവയോഗി ആത്മാവിനും മനസ്സും ഒന്നാണെന്നും മനസ്സിൻ്റെ ഉത്കൃഷ്ടമായ അവസ്ഥാവിശേഷമാണ് ആത്മാവ് എന്നാണ് അദ്ദേഹത്തിൻ്റെ ചിന്താധാര എന്നെനിക്ക് മനസ്സിലാവുന്നത്. അപ്പം ഈ ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത് എല്ലാ അനാചാരങ്ങളിൽ നിന്നും അന്ധവിശ്വാസങ്ങളിൽ നിന്നും മുക്തമാകണമെങ്കിൽ മനസ്സ് നന്നാവണം. സൂചിപ്പിച്ചു, മനസ്സ് നന്നായാൽ മാത്രമേ മനുഷ്യൻ നന്നാവും. മനസ്സ് നിയന്ത്രിക്കുന്നത് എങ്ങനെയെന്നൊരു ചോദ്യമുണ്ട്. ആര് നിയന്ത്രിക്കും? നമ്മുടെ മറ്റാചാര്യന്മാരൊന്നും ഞാൻ മനസ്സിലാക്കിയത് മനസ്സിനെ ബുദ്ധി കൊണ്ട് നിയന്ത്രിക്കണം. മനസ്സിൻ്റെ മേലെയായിട്ട് ബുദ്ധി ഉണ്ട്. നമുക്കറിയാം പല ഉപനിഷത്തുക്കളുടെ ആകത്തോകൾ നോക്കിയാൽ ഈ ബുദ്ധി അങ്ങനെ കുറേ ഉണ്ട് ഘട്ടങ്ങൾ. അപ്പോൾ ആ മനസ്സിനെ നിയന്ത്രിക്കാൻ ബുദ്ധി കൊണ്ട് സാധിക്കണം എന്ന് പറഞ്ഞാൽ ശിവയോഗി അങ്ങനെ പറയുന്നില്ല. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ശിവയോഗിയെ സംബന്ധിച്ചിടത്തോളം മനസ്സിനെ മനസ്സുകൊണ്ട് തന്നെയാണ് നിയന്ത്രിക്കുന്നത്. നമ്മളിപ്പോൾ കണ്ണാടിയിലൊക്കെ നമ്മുടെ പ്രതിബിംബ സിനിമയിലൊക്കെ നമ്മൾ സാധാരണ കാണാറില്ല. കണ്ണാടിയിൽ നോക്കിയിട്ട് പ്രതിബിംബത്തിനോട് സംസാരിക്കുന്ന ഒരു രീതിയുണ്ട്. അതുപോലെ ചിലപ്പോൾ കണ്ണാടിയൊന്നും ഇല്ലാതെ തന്നെ ആ നായികയുടെ മുന്നിൽ നായികയുടെ രൂപത്തിൽ മറ്റൊരാൾ വന്ന് പ്രത്യക്ഷപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ നമ്മുടെ മനസ്സിൽ നിന്നും താൽക്കാലികമായി മാറി നിന്നുകൊണ്ട് ഞാൻ ചെയ്യുന്ന പ്രവൃത്തി സത്യസന്ധമാണോ, ആത്മാർത്ഥമുള്ളതാണോ, അല്ലെങ്കിൽ മറ്റുള്ളവന് ഉപകാരപ്രദമായതാണോ എന്ന് ചിന്തിക്കാനും നിയന്ത്രിക്കാനും നമുക്ക് സാധിക്കണം. അവിടെ മനസ്സിൻ്റെ നിയന്ത്രണം എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ചെയ്യാവുന്ന കാര്യം നമ്മുടെ തിന്മകളിൽ നിന്ന് തിരിച്ചെടുക്കാൻ തിരിച്ചു വരാൻ നമ്മുടെ മനസ്സിന് സാധിക്കണം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മളെ
സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ഒക്കെ, അല്ലെങ്കിൽ കരുണയുടെയും അനുകമ്പയും സഹതാപത്തിൻ്റെയും ഒക്കെ രൂപത്തിൽ, അല്ലെങ്കിൽ നമ്മുടെ സഹജീവികളോട് പെരുമാറാനുള്ള ഒരു മനസ്സിനെ സൃഷ്ടിക്കാൻ നമുക്ക് സാധിക്കും. ചുരുക്കത്തിൽ അത്രയെങ്കിലും ചെയ്താൽ ശിവയുടെ ദർശനത്തിനോട് നമുക്ക് കൂറുപുലർത്താൻ സാധിക്കും. അല്ലാതെ എല്ലാവർക്കും യോഗികളാവാനൊന്നും സാധിക്കില്ല. രാജയോഗ പരിശീലനം അത്ര ചെറിയൊരു കാര്യമൊന്നുമില്ല. ശിവയോഗിയെ സംബന്ധിച്ചുള്ള രാജയോഗം എന്ന് പറഞ്ഞാൽ മറ്റേ ഹഠയോഗം പോലെ അഷ്ടാംഗ യോഗം ബുദ്ധിമുട്ടുണ്ട്. പണ്ഡിതനും പാമരനും അല്ലെങ്കിൽ സമ്പന്നനും നിസ്വനും ഒരേപോലെ അനുഷ്ഠിക്കാൻ സാധിക്കുന്ന, അതൊക്കെ ശിവയുടെ പുസ്തകങ്ങൾ വായിച്ചാൽ കിട്ടും. അതൊരു പ്രസംഗവേദിയിൽ പറഞ്ഞു പഠിപ്പിക്കാൻ ഉള്ളതല്ല. പുസ്തകങ്ങൾ വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കും ശിവയോഗി എങ്ങനെ രാജയോഗത്തെ കാണുന്നു, എങ്ങനെ മനോനിയന്ത്രണത്തെ കാണുന്നു എന്നുള്ള ശിവയുടെ പുസ്തകങ്ങളിലൂടെ കടന്നു നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നേരത്തെ ഇവിടെ പറയുകയുണ്ടായി, പിന്നെ അധ്യക്ഷൻ ഉദ്ഘാടനം സൂചിപ്പിക്കുകയുണ്ടായി അധ്യാപകരുടെ വിദ്യാർത്ഥികളുടെ ലോകത്തിലേക്ക്. അതിനുശേഷവും സൂചിപ്പിക്കുകയുണ്ടായി നമ്മുടെ അധ്യാപക വിദ്യാർത്ഥി സമൂഹത്തിൽ നമ്മൾ ഇറങ്ങിച്ചേക്കണം. ശിവയോഗിയുടെ പ്രസ്ഥാനത്തെക്കുറിച്ച്, ശിവയോഗി നഷ്ടപ്പെട്ടു പോയൊരു പ്രസ്ഥാനമായിരുന്നു, പക്ഷേ എങ്കിലും അദ്ദേഹത്തിൻ്റെ ആ പ്രഭാവം ഇന്ന് നിലനിൽക്കുന്നു. അദ്ദേഹത്തിൻ്റെ എന്താ പറയുക, ആശ്രമം നഷ്ടപ്പെട്ടു പോയെങ്കിലും അദ്ദേഹം സൃഷ്ടിച്ചൊരു അന്തരീക്ഷമുണ്ടല്ലോ, അതിന്നും പ്രസക്തമാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഇതിങ്ങനെ ഈ കലുഷിതമായൊരു അന്തരീക്ഷം വീണ്ടും സമാഗതമായതുകൊണ്ട് ഏറ്റവും അനുയോജ്യമായൊരു സാഹചര്യമാണ് ഇപ്പോൾ ശിവയോഗിയുടെ ദർശനങ്ങൾക്കുള്ളത്. ശിവയോഗിയുടെ നമ്മളിപ്പോൾ ആവശ്യപ്പെടുന്ന ഈ സ്മൃതി സംഗമത്തിലൂടെ നമ്മൾ ആഗ്രഹിക്കുന്നത് ശിവയോഗിയുടെ പ്രസ്ഥാനം വീണ്ടും ഉയർത്തെഴുന്നേൽക്കണമെന്നാണ്, അല്ലെങ്കിൽ ഉയർത്തെഴുന്നേൽക്കാനുള്ള അവസരം സൃഷ്ടിക്കണമെന്നാണ്. അല്ലെങ്കിൽ സർക്കാരിനോട് അപേക്ഷിക്കുന്നത് ഞാൻ മനസ്സിലാക്കിയിടത്തോളം ശിവയോഗിയുടെ ആശ്രമം പുനരുദ്ധരിക്കപ്പെടുന്നല്ല. ശിവയോഗി ഇപ്പോൾ സർക്കാരിൻ്റെ ജോലിയല്ല, സത്യം ഒരു ആശ്രമ സംരക്ഷണം എന്ന് പറഞ്ഞാൽ അത് സർക്കാരിൻ്റെ ജോലിപ്പെട്ടതല്ല. ആശ്രമം അതുപോലെ ആശ്രമത്തിൻ്റെ രീതിയിൽ ആധ്യാത്മിക ഒരു ജീവിതത്തിന് ഭൗതികവും ആധ്യാത്മികമായ ശിവയുടെ മറ്റ് ആശ്രമത്തിൽ, മറ്റ് സന്യാസികളുടെ ആശ്രമത്തിൽ വ്യത്യസ്തമായൊരു അന്തരീക്ഷമാണ് ശിവയുടെ ആശ്രമത്തിലുണ്ടായിരുന്നത്. പക്ഷെ ആ അന്തരീക്ഷം സൃഷ്ടിക്കുവാൻ സർക്കാർ വിചാരിക്കാൻ സാധിക്കില്ല. അതിന് വേണ്ട വിധത്തിൽ ഇനി പുനഃസൃഷ്ടിക്കപ്പെടുമെന്ന് എനിക്ക് വിശ്വാസമില്ല. അതുകൊണ്ട് ശിവയോഗിയുടെ ആശ്രമം വീണ്ടെടുത്തിട്ട് അത് സാംസ്കാരിക പ്രവർത്തനം നടത്തുക എന്നാൽ ബൗദ്ധികവും സാമൂഹികവും രാഷ്ട്രീയവുമായ മേഖലകളിൽ ഔന്നിത്യം സൃഷ്ടിക്കുവാൻ ഉതകുന്ന തരത്തിൽ ജനങ്ങളെ പ്രബുദ്ധരാക്കുവാനുള്ള എന്തെങ്കിലും ആശയങ്ങൾ പുനഃസൃഷ്ടിച്ചുകൊണ്ട് ശിവയോഗിയുടെ പ്രസ്ഥാനത്തെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് സാധിക്കുന്നത്. അത് പറയുമ്പോൾ ഒരു കാര്യം ഞാൻ ഓർത്തു, നേരത്തെ ഇപ്പോൾ ഇവിടെ പറയുകയുണ്ടായി ശിവയോഗിയുടെ പ്രസ്ഥാനം പുരോഗമന പ്രസ്ഥാനങ്ങൾ വളരെയധികം സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. വളരെ ശരിയാണ്. പക്ഷേ നിർമ്മലാനന്ദ ശിവയോഗിയുടെ കാലഘട്ടത്തിൽ തന്നെ ശിവയോഗിയുടെ പ്രസ്ഥാനം മങ്ങലേറ്റതാണ്. ശിവയോഗി ജീവിച്ചിരുന്ന കാലഘട്ടത്തിലുള്ള ആ പ്രസക്തി ഒന്നും പിൽക്കാലത്തിൽ ഉണ്ടായിട്ടില്ല. കേവലം ഞാൻ നിർമ്മലാനന്ദ യോഗിയെ കുറ്റപ്പെടുത്തുകയല്ല, ആ കാലഘട്ടം അങ്ങനെയായിരുന്നു. കാരണം വഴികളിലൂടെ കടന്നു വരുവാൻ പുരോഗമനം ഉണ്ടായിരുന്നു. ശിവയോഗി ഒരു തിരി കൊളുത്തുകയാണെങ്കിൽ ആ തിരിയെ ഉജ്ജ്വലമായ പന്തങ്ങളാക്കി മാറ്റിപ്പിടിക്കുവാൻ വേണ്ടി ഇഷ്ടം പോലെ പിൻകാലത്ത് വന്ന നവോത്ഥാന ചിന്താധാരകൾ ഉൾക്കൊണ്ട, ഇവരുടെയൊക്കെ സ്വാധീനത്തിലൂടെ ഉൾക്കൊണ്ട പ്രബുദ്ധരായ കുറേ വ്യക്തിത്വങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ ഇത്രമാത്രം ശക്തമായ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ പോലും ഇവിടെ ജന്മമെടുത്തത്. എൻ്റെ പുസ്തകത്തിലെ മനസ്സ് എന്ന ദൈവം ഞാൻ അതിൻ്റെ മൂന്നാമത്തെ പ്രതി ചിന്ത അടുത്ത കാലത്ത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. നിർഭാഗ്യവശാൽ അത് കുട്ടികൾ തീർന്നു പോയതിലൂടെ ഇവിടെ കിട്ടിയില്ല. അതിൻ്റെ ആദ്യ പ്രതി നമ്മുടെ ചരിത്ര പണ്ഡിതനും രാഷ്ട്രീയ ആചാര്യനുമായ ശ്രീ EMS നമ്പൂതിരിപ്പാണ്. അതിൻ്റെ ആദ്യ പ്രതി വായിക്കാനിടയായപ്പോൾ ഈ പുസ്തകത്തിൽ അദ്ദേഹം ദേശാഭിമാനിയിൽ ഒരു പംക്തി ഉണ്ടായിരുന്നു EMSന്റെ ഡയറി എന്ന് പറഞ്ഞിട്ട്. ആ ഡയറി കുറിപ്പുകളിൽ എൻ്റെ മനസ്സ് എന്ന ദൈവം എന്ന പുസ്തകത്തെക്കുറിച്ച് ഒരു ആസ്വാദനം ഉണ്ടായി. EMSന് ഞാൻ പുസ്തകം അയച്ചു കൊടുത്തിട്ടില്ല. എനിക്ക് EMSന് നേരിട്ട് പരിചയം പോലുമില്ല. പക്ഷെ ആ കാലത്ത് ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ കേവലം എന്താ പറയുക, കേരളത്തിൻ്റെ സാഹിത്യ രംഗത്തോ അല്ലെങ്കിൽ ഒരു പ്രശസ്തനായ വ്യക്തിത്വമൊന്നുമല്ല. അപ്പം അങ്ങനെയുള്ളൊരു വ്യക്തിയെ EMS വ്യക്തിയെ നോക്കിയിട്ടല്ല, ഒരുപക്ഷെ പറയുന്ന പോലെ രാഷ്ട്രീയ രംഗത്തുണ്ടല്ലോ, ചിലപ്പോൾ ലോക്കൽ കമ്മിറ്റിയിൽ അല്ലെങ്കിൽ ഏരിയ കമ്മിറ്റിയിലൊക്കെ റെഫർ ചെയ്തുകൊണ്ട് ഇദ്ദേഹം ആരാണ്, നമ്മുടെ ആളാണോ എന്നൊക്കെ ചോദിക്കാൻ ഒരു രീതിയുണ്ട് എന്തെങ്കിലും ചെയ്തു കൊടുക്കണമെങ്കിൽ. ഇതൊന്നുമില്ലാതെ അദ്ദേഹം വായിച്ചു എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ ആ പുസ്തകത്തെക്കുറിച്ച് അതിമനോഹരമായൊരു ആസ്വാദനം ദേശാഭിമാനി വാരികയിൽ പ്രസിദ്ധീകരിക്കണ്ടായി.
ഞാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ പറഞ്ഞ അടുത്ത എഡിഷൻ വരുമ്പോൾ അതിന് അവതാരിയുടെ സ്ഥാനത്ത് വെക്കാൻ അനുവദിക്കണം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം സന്തോഷം അതിന് മറുപടി നൽകുകയും അനുവദിക്കുകയും ചെയ്തു. അത് രണ്ടാമത്തെ പുസ്തകത്തിന് വിജയിച്ചു. ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് അത് ഞാൻ എൻ്റെ മഹത്വം കാണിക്കാനുള്ള അദ്ദേഹം വിഷയം മാത്രമാണ് നോക്കിയത്, വ്യക്തിയെയല്ല നോക്കിയത്, ആരെഴുതി എന്നല്ല. അത് എൻ്റെ മഹത്വം പറയാനല്ല ഞാൻ പറഞ്ഞു. ഞാൻ EMSൻ്റെ മഹത്വം പറയാനാണ് ഇനി ഞാൻ പ്രയോഗിച്ചത്. EMS അത്രയും മഹാനായ ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയായതുകൊണ്ടാണ് ഈ അപ്രശസ്തനായ ഒരു വ്യക്തിയുടെ പുസ്തകത്തെക്കുറിച്ച് ഈ ആസ്വാദനം എഴുതുവാൻ സാധിച്ചു. എൻ്റെ ഒരു സുഹൃത്ത്, പ്രിയ സുഹൃത്ത്, കർഷക പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട ഒരു ഗവേഷണം നടത്തിയ വ്യക്തി, പ്രൊഫസർ എന്നോട് പറഞ്ഞു ഇതെങ്ങനെ സാധിച്ചു എന്ന്. ഞാൻ സാധിച്ചെടുത്തതല്ല, ഞാൻ അറിയില്ല, ഞാനത് അപ്രതീക്ഷിതമായിട്ടാണ് ലേഖനം കാണുന്നത്. കാരണം അദ്ദേഹത്തെ പറയാൻ കാരണം അദ്ദേഹം കർഷക പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട ഗവേഷണം നടത്തിയത് പുസ്തകം പ്രസിദ്ധീകരിച്ചു വെക്കുക. അദ്ദേഹം പറഞ്ഞു ഞാനിത് പല വഴികളിലൂടെ പലരോടും EMS ഒന്ന് എഴുതാൻ വേണ്ടി ശുപാർശ ചെയ്യിപ്പിച്ചിട്ട് പോലും ആ പുസ്തകത്തെക്കുറിച്ച് ഇതുവരെ ഒരു വായനാ അനുഭവം വന്നില്ല. ഇതെങ്ങനെ നിങ്ങൾ സാധാരണ അങ്ങനെ ചോദിക്കാൻ കാരണം ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ EMSൻ്റെ എൻ്റെ പുസ്തകത്തിൻ്റെ ഈ ആസ്വാദനത്തിലാണ് EMS ഞാൻ പറഞ്ഞതിനെ അനുകൂലിച്ചുകൊണ്ട് കേരളത്തിൻ്റെ വിപ്ലവ പ്രസ്ഥാനത്തിന്, പുരോഗമന പ്രസ്ഥാനങ്ങൾ ഉതകുന്ന മണ്ണാക്കിയിട്ട്, അതായത് ഒരു ചെവിയോയും മറ്റും കൂട്ടിക്കുഴച്ച് പാകപ്പെടുത്തിയ ചളിമണ്ണിലാണ് കേരളത്തിലെ മാർക്സിസവും അല്ലെങ്കിൽ യുക്തിവാദി പ്രസ്ഥാനം പോലുള്ള പുരോഗമന ചിന്തകൾ വിത്തിടുവാൻ സാധിച്ചത് എന്ന് EMS ആ പുസ്തകത്തിൽ അദ്ദേഹത്തിൻ്റെ ആ അനുമോദനക്കുറിപ്പ്, ആ ആസ്വാദനക്കുറിപ്പ് പറയുന്നുണ്ട്. ഈ ആസ്വാദനക്കുറിപ്പ് പലരും ഇപ്പം നവോത്ഥാന നായകന്മാരെ കുറിച്ച് എഴുതുമ്പോൾ റഫറൻസ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളത് എനിക്ക് വളരെയധികം സൗഭാഗ്യമായിട്ട് തോന്നുന്നു. എൻ്റെ പുസ്തകത്തെ റഫറൻസ് പോട്ടെ, അദ്ദേഹത്തിൻ്റെ ഈ ഒരു കുറിപ്പ് വളരെ കാര്യമായ ആസ്വാദനക്കുറിപ്പായിട്ട് അടിവരയിട്ട് ഉപയോഗിക്കുന്നുണ്ട് EMSൻ്റെ അഭിപ്രായം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ സൂചിപ്പിച്ചു വിദ്യാർത്ഥി സമൂഹത്തിൽ, അധ്യാപക സമൂഹത്തിലേക്കും നമ്മുടെ ഈ ചിന്തകളുടെ സ്വാധീനം കൊണ്ടുവരണമെന്ന്. അവിടെ ഒരു ഖേദകരമായ അവസ്ഥ, ചട്ടമ്പി സ്വാമികളെ കുറിച്ചും ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചും നിരവധി പ്രബന്ധങ്ങൾ, PhD പ്രബന്ധങ്ങളുണ്ട്. അതേസമയം ശിവയോഗിയെക്കുറിച്ച് വളരെ പരിമിതമായ രീതിയിൽ, ഒന്ന് ഡോക്ടർ ഉഷാദേയും ഒന്ന് നമ്മുടെ ഇവിടെ മുന്നിലിരിക്കുന്ന നമ്മുടെ മിസ്സിസ് പ്രഭാകരൻ പഴശ്ശിയുമാണ് ശിവയെക്കുറിച്ചുള്ള പ്രബന്ധങ്ങൾ, PhD പ്രബന്ധങ്ങൾ തയ്യാറാക്കിയത്. ആ പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടില്ലെന്ന് തോന്നുന്നല്ലേ? അത് പ്രസിദ്ധീകരിക്കേണ്ടതായിരുന്നു ഏതായിരുന്നു. അപ്പം അതുകൊണ്ട് ഇനി അധ്യാപക സമൂഹം അല്ലെങ്കിൽ വിദ്യാർത്ഥി സമൂഹമൊക്കെ ഏറ്റെടുക്കേണ്ട ഒരു പ്രധാന ദൗത്യം ശിവയോഗിയുടെ വെറുതെ കേവലം പ്രസംഗത്തിലൂടെ പ്രചരിപ്പിക്കുക എന്നതിനപ്പുറം ശിവയോഗി ഈ എന്താ പറയുക ഗവേഷണ വിഷയം തിരഞ്ഞെടുക്കുമ്പോൾ ഗൈഡർമാരായിട്ടുള്ള അധ്യാപകർക്കും ചെയ്യാവുന്ന കാര്യമാണ്. ഈ ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ ദർശനങ്ങളുടെ വിവിധ വശങ്ങളെക്കുറിച്ച് നേരത്തെ ഉഷാദേവി ഇന്ത്യൻ കോൺട്രിബ്യൂഷൻ, ശിവയോഗിസ് കോൺട്രിബ്യൂഷൻ ടു ഇന്ത്യൻ ഫിലോസഫി എന്ന വിഷയമാണ് എടുത്തത് എങ്കിൽ മിസ്സിസ് പ്രഭാകരൻ ചെയ്തത് ശിവയോഗിയുടെ സാമൂഹ്യ പരിഷ്കർത്താവ് എന്ന നിലയിലുള്ള വിഷയമാണ്. അപ്പം അങ്ങനെ രണ്ട് തരത്തിലുള്ള രണ്ട് പ്രബന്ധങ്ങളെ ഞാൻ അറിയുന്നിടത്തും വന്നിട്ടുള്ളൂ. പിന്നെ ഒരു എംഫിൽ ഒരു പ്രബന്ധം, അദ്ദേഹത്തിന് പേര് ഞാൻ ഒരു ഇംഗ്ലീഷ് ബുക്ക് ഉണ്ട്, അറിയണ്ടല്ലോ, ഒരു ചെറിയ പുസ്തകം, മറ്റേ ഇംഗ്ലീഷ് ശിവയോഗി അലീസ് വർഷത്തുള്ള വലിയ ബുക്കല്ല, ഇവിടെ ലോക്കലായിട്ടുള്ള ആരോണ് അദ്ദേഹം ചെയ്തൊരു പുസ്തകമുണ്ട്, ചെറിയൊരു ബുക്ക്. അതൊരു എംഫിൽ ഡിസർട്ടേഷനാണ്. അത് അത്ര മാത്രമേ ശിവയോഗിയെ കുറിച്ച് വന്നിട്ടുള്ളൂ. പിന്നെ കോഴിക്കോട് യൂണിവേഴ്സിറ്റിയിലെ ഒരു മൊത്തത്തിലെ കേരളത്തിലെ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഒരു ചാപ്റ്റർ ശിവയോഗികളായിട്ട് ചില പുസ്തകങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഗവേഷണം ഡോക്ടർ ധർമ്മരാജ ചാടാട്ടും ഞാനുമൊക്കെ പ്രസിദ്ധീകരിച്ച പുസ്തകങ്ങളൊക്കെ ഗവേഷണ സംബന്ധമായതാണെങ്കിൽ പോലും PhD പ്രബന്ധങ്ങളല്ല. അതുകൊണ്ട് ഞാൻ പറയുന്നത് PhD പ്രബന്ധങ്ങളിലൂടെയെങ്കിലും ഇംഗ്ലീഷിലാകുമ്പോൾ കുറച്ചുകൂടി കേരള സമൂഹത്തിന് അപ്പുറത്തേക്കും എത്താൻ സാധ്യതയുള്ളതുകൊണ്ട് ഇംഗ്ലീഷ് പ്രബന്ധങ്ങളിലേക്ക്, അത് ഹിസ്റ്ററി ആയാലും അല്ലെ പല എന്താ പറയുക വിദ്യാഭ്യാസവും ഏതിലായാലും ചെയ്യാവുന്ന കുറേ കാര്യങ്ങൾ ശിവയോഗിയുടെ ഈ സ്വാധീനം ഉൾക്കൊള്ളാൻ പറ്റുന്ന ഗ്രന്ഥങ്ങളിലുണ്ട്. അതുപോലെ മറ്റൊരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഈ ശിവയോഗി, ഞാൻ ആനന്ദ ചന്ദ്രോദയ യോഗശാലയിൽ ഒരിക്കൽ നമ്മുടെ പ്രിയങ്കരനായ നടരാജുകളുടെ ശിഷ്യൻ ക്ഷമിക്കണം നിത്യചൈതന്യ എലി
ഒരു പ്രഭാഷണത്തിലെത്തിയപ്പോൾ അദ്ദേഹം എൻ്റെ പുസ്തകത്തെക്കുറിച്ച് പരാമർശിക്കേണ്ടായി അവിടെ. അത് പറയാനല്ല അത് പറയുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് ഇവിടെ ശിവയോഗി മനസ്സിനെ കുറിച്ചാണ് കൂടുതൽ പറഞ്ഞിട്ടുള്ളത്. എങ്ങനെ വന്നാലും എങ്ങനെ തിരിഞ്ഞു വന്നാലും മനസ്സിനെ കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു വിജ്ഞാന പദ്ധതിയാണ് ശിവയോഗിയുടെ സിദ്ധാന്തങ്ങളിൽ നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ മനസ്സിനെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു ഗവേഷണ ശാഖ സ്ഥാപിക്കുവാൻ വേണ്ടി ഈ ആനന്ദ ചന്ദ്രോദയ യോഗശാല അതിന് ദൗത്യം ഏറ്റെടുക്കണം, അതിന് നിങ്ങളൊക്കെ സഹകരിക്കണം എന്ന് എന്നോടും പറയണ്ടേ. പക്ഷേ നിർഭാഗ്യവശാൽ ഞാനെന്ന് ആനന്ദ യോഗശാല വിധിക്കാർ പറഞ്ഞെങ്കിൽ പോലും അവരതിന് തയ്യാറായില്ല. പല സാങ്കേതിക തടസ്സങ്ങളും പറഞ്ഞു. അത് ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള ഒരു സെൻ്ററാക്കി മാറ്റുവാൻ സാധിച്ചാൽ ആധുനിക മനഃശാസ്ത്രത്തിലുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ശിവയോഗിയുടെ മനഃശാസ്ത്ര തത്വങ്ങളെ നമ്മൾ വിശകലനം ചെയ്യാനുള്ള അവസരം സൃഷ്ടിച്ചാൽ അത് കേരളത്തിൽ നമുക്ക് ശിവയോട് ചെയ്യാവുന്ന വലിയൊരു കർമ്മമായിരിക്കും, ഒരു ദൗത്യമായിരിക്കും. അത് നിർവഹിക്കാൻ സാധിക്കട്ടെ എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അത് ഇതുവരെ പ്രാവർത്തികമായിട്ടില്ല. ഇനിയെങ്കിലും നമ്മുടെ ഈ ശിവയോഗിയുടെ പ്രസ്ഥാനം ശരിക്കും ആനന്ദ മഹാസഭയാണ്. അതുപോലെയാണ് ഇവിടെ തൃശ്ശൂർ ശിവയോഗിയെക്കുറിച്ചുള്ള മഹാസഭയാണ് ഇവിടെ ചേർത്തത്. ആനന്ദ മഹാസഭയിൽ വലിയ വ്യത്യാസമുണ്ട്. നമുക്ക് അതുപോലെ വളർത്തിയെടുക്കാൻ സാധിക്കുന്ന ഒരു പ്രസ്ഥാനമാക്കി മാറ്റിയാൽ ഒരുപക്ഷെ ഈ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തന രീതികളിൽ ഇങ്ങനെ മനഃശാസ്ത്ര ചിന്തകൾ ഉൾക്കുന്ന രീതിയിൽ ശിവയോഗിയുമായി ബന്ധപ്പെടുന്ന രീതിയിൽ ഒരു ഗവേഷണ കേന്ദ്രം സ്ഥാപിക്കാൻ സാധിക്കൂ എന്നുള്ള കാര്യം പരിഗണിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് ഈ അവസരം നൽകിയതിന് ഒന്നുകൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ വിരമിക്കുന്നു.